സൈറാം, എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ബാബ ഒരു ഭക്തന് നൽകിയ ഒരു മിറാക്കിളിനെ കുറിച്ചാണ് കേട്ടോ. അത് ആ മിറാക്കിൾ എന്ന് പറയുമ്പോൾ, അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ബാബ സായി സച്ചരിത്രയിൽ പറയുന്നതിലും കൂടുതലായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. കാരണം ആ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ഈ പറയുന്ന ഈ ഡിവോട്ടീസ് എന്ന് പറയുന്നത് അവരൊരു ഹസ്ബൻഡ് വൈഫാണ്. അവർ കഴിയുമ്പോഴൊക്കെ അവർ ഷിരഡിയിൽ പോകുമായിരുന്നു കേട്ടോ. അവർക്ക് എപ്പോഴാണോ പോകണമെന്ന് തോന്നുന്നത് അതിനുള്ളൊരു ഭാഗ്യം കൂടി ബാബ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഷിരഡിയിൽ പോകുക മാത്രമല്ല, സായി സച്ചരിത്രയിൽ പറയുന്ന മിക്ക സ്ഥലങ്ങളും അതിലെ ഓരോ ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെ വീടുകളൊക്കെ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് അവർ. ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, അവർ എപ്പോഴൊക്കെ പോകുമെന്ന് പറഞ്ഞിരുന്നാലും മുടങ്ങാതെ പോകുന്ന ഒരു മാസമെന്ന് പറയുന്നത് എല്ലാ വർഷത്തിലെയും ഡിസംബർ മാസമാണ്. അതിനൊരു കാരണം കൂടെയുണ്ട്. അവർ ഡിസംബർ മാസം പോകുന്നത് ഷിരഡി സംസ്ഥാൻ പ്രിൻ്റ് ചെയ്യുന്ന ബാബയുടെ കലണ്ടർ ഷിരഡിയിൽ നിന്ന് തന്നെ വാങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ ഡിസംബറിലും പോകുന്നത്. കാരണം ബാബ സായി സച്ചരിത്രയിൽ തന്നെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ എന്നെ മനസ്സിൽ വിചാരിച്ച് എൻ്റെ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ കിട്ടുന്നത് പോലും എൻ്റെ നേരിട്ടുള്ള ദർശനമാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ബാബയെ നമ്മൾ ഷിരഡിയിൽ തന്നെ പോയി കാണണമെന്നില്ല. നമ്മുടെ കൂടെ ഒരു ബാബയുടെ ഒരു ഫോട്ടോ മതിയാകും. ബാബയുടെ ദർശനമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ ആ ഒരു കലണ്ടർ അവിടെ നിന്ന് തന്നെ വാങ്ങുന്നത് കേട്ടോ. കാരണം അടുത്ത ഒരു കൊല്ലവും ഓരോ ഡേറ്റ് നോക്കുമ്പോഴും അതൊക്കെ ബാബയുടെ പ്രസൻസോടു കൂടിയായിരിക്കണം, ബാബയുടെ ദർശനത്തോടു കൂടി തുടങ്ങണം എന്നുള്ളൊരു രീതിയിലാണ് അവിടെ നിന്ന് കലണ്ടർ വാങ്ങുന്നത്. അപ്പോൾ ഒരുപാട് വർഷം ഇങ്ങനെയാണ് വാങ്ങി വരുന്നത്. അവർ ട്രെയിനിലാണ് തിരിച്ചുള്ള അവരുടെ യാത്രയും. അപ്പോൾ ഈ വർഷം 2025 ഡിസംബർ മാസം അവർ പോവുകയും അവിടുത്തെ കലണ്ടർ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവർ ട്രെയിനിൽ തിരക്കുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അവർ ചെയ്തത് അപ്പർ ബെർത്തിൽ അതിനെ സൂക്ഷിച്ചു, ആ ഒരു കലണ്ടർ. കാരണം ഷിരഡി സംസ്ഥാനത്ത് പോയവർക്കറിയാം, അവിടുത്തെ കലണ്ടർ എന്ന് പറയുന്നത് പ്രത്യേക ഒരു പാക്കിങ്ങോട് കൂടിയായിരിക്കും നമുക്ക് അവർ തരുന്നത്. അപ്പോൾ അതിന് മേലെ അപ്പർ ബെർത്തിൽ വച്ചിട്ട്, ഇതുവരേക്കും അവർക്ക് സംഭവിക്കാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരത് എടുക്കാൻ മറന്നു എന്നുള്ളതാണ് കേട്ടോ. തിരിച്ചിറങ്ങി അവരത് കയ്യിൽ നിന്ന് മിസ്സായി എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് വല്ലാത്ത വിഷമമാണ് രണ്ടുപേർക്കും വന്നിട്ട്. കാരണം ഇന്നേ വരെ അവർക്കത് സംഭവിച്ചിട്ടില്ല. അവർ ഈ ഒരു ഇതിനു വേണ്ടി മാത്രമാണ് ഷിരഡിയിൽ പോകുന്നത്. അപ്പോൾ അടുത്ത വർഷം ആദ്യം അടുത്ത ഈ പഴയ കലണ്ടർ മാറ്റി ബാബയുടെ പുതിയ കലണ്ടറിൽ നിന്ന് തുടങ്ങണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളോട് കൂടിയാണ് അവർ പോകുന്നത്. അത്രയ്ക്ക് ആത്മാർത്ഥമായ ഡിവോട്ടീസാണ് അവർ ബാബയുടെ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത വരികയാണ്, നമ്മൾ വാങ്ങിച്ച കലണ്ടർ ഇന്ന് നമുക്കല്ല മറ്റാർക്കോയാണ് ബാബ അത് നിശ്ചയിച്ചിരിക്കുന്നത്. അത് ആരുടെയോ, ബാബ നിശ്ചയിച്ച ആരുടെയോ കൈകളിലെത്താനുള്ള കലണ്ടർ നമ്മൾ വഴിയായി ആ കലണ്ടർ വാങ്ങേണ്ടിയിരുന്നത്. പക്ഷെ അത് എത്തേണ്ടിയിരുന്നത് മറ്റൊരാളുടെ കയ്യിലായിപ്പോയി. അങ്ങനെയാണ് അവരത് സമാധാനിച്ചത് കേട്ടോ. അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നപ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം വാങ്ങുക എന്നത് അവരുടെ നിയോഗവും അത് ഉപയോഗിക്കുക, ചെന്നെത്തിച്ചേരേണ്ടത് ബാബ നിശ്ചയിച്ച ആരുടെയോ കൈകളിലായിരുന്നു എന്ന് സമാധാനിച്ച് അവർ ആ ഒരു അതിനെക്കുറിച്ച് അങ്ങനെ ആശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് ഷിരഡിയിൽ പോയതിന് ശേഷം, അവർക്ക് ഒരു കടയുണ്ട്, ഒരു ഷോപ്പാണ് അവരിട്ടിരിക്കുന്നത്. അവിടെ വന്നത് ഞാൻ ഷിരഡിയിൽ ഇങ്ങനെ പോയിട്ട് കുറച്ച് ദിവസമായി പോയിട്ട് വന്നത്, പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു കലണ്ടർ എടുത്തു കൊടുത്തു. ഷിരഡി സംസ്ഥാൻ പ്രിൻ്റ് ചെയ്ത അതേ കലണ്ടർ ഷിരഡിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. പക്ഷേ ഇവർക്ക് ആ കലണ്ടർ കിട്ടുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. കാരണം അവരൊരു കലണ്ടർ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. പക്ഷേ അതേ കലണ്ടർ അതേ സ്ഥലത്ത് നിന്ന് തന്നെ അവർ പോലും ചോദിക്കാത്ത ഒരു സമയത്ത് ആ ഒരു ഫ്രണ്ടിനോട് അവർ ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അവരുടെ കൈകളിലെത്തി എന്നുള്ളതാണ്. അപ്പം അവർക്കത് വാങ്ങുന്ന സമയത്ത് അവർക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ വാങ്ങിച്ചത് മറ്റാർക്കോ ബാബ നൽകിയെങ്കിൽ പോലും അവരുടെ ഒപ്പം വരണമെന്നുള്ളതും ബാബയുടെ ഒരു നിശ്ചയമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷവും ബാബയുടെ പ്രസൻസ് വേണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന സമയത്ത് ബാബ അതിനുള്ള ഒരു വഴിയും കൂടെ കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു
ഈ ഒരു അത്ഭുതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ബാബയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന സമയത്ത് അവിടെ എന്ത് തന്നെ തടസ്സങ്ങളുണ്ടായിരുന്നാൽ പോലും, എത്ര തന്നെ വൈകിയാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ നമുക്കത് കൊണ്ടെത്തിച്ചു തരും എന്നുള്ള ആത്മാർത്ഥമായ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ബാബ സായി സച്ചരിത്രയിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആയിരിക്കും നമ്മളത് വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാബയെ വിളിക്കുന്ന ഓരോരുത്തരും എത്രയൊക്കെ പരിഭവങ്ങൾ പറഞ്ഞാലും, നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര തന്നെ വൈകിയാലും, നമ്മൾ ആ വൈകുന്നതിനോടൊപ്പം നമ്മൾ കൂട്ടിക്കൊണ്ട് വരേണ്ടത് ബാബയോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയുമാണ്. ഉറപ്പായിട്ടും ബാബ അത് കേൾക്കും. ഓരോ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ക്ഷമയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ബാബയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബാബ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരട്ടെ. ഓം സായിറാം.